നമ്മളെ ഒത്തൊരുമയും നന്മയും സ്നേഹവും എല്ലാം അതിൻ്റെ എല്ലാം സന്ദേശം നൽകുന്ന ആ നല്ല കാലയളവിൽ നിന്ന് ഇന്ന് പക്ഷേ നന്മയുടെ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ തിന്മയുടെ കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ സ്നേഹത്തിന് പകരം സ്പർദ്ധ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിശാല മനസ്ഥിതിക്ക് പകരം ഇന്ന് സ്വാർത്ഥത കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും നേർ വിപരീത ദിശയിലൂടെയാണ് ഇന്ന് നമ്മുടെ സമൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളെല്ലാവരും പണ്ട് നമ്മൾ നമുക്ക് നമ്മുടേത് എന്ന് പറയുമ്പോൾ ഇന്ന് എനിക്ക് എൻ്റേത് എനിക്ക് എന്നുള്ള ചിന്താഗതിയിലേക്ക് കൂടുതൽ നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ വളരെ ദോഷകരമായി ഇപ്പം പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ക്ലബിൻ്റെ പ്രവേശന കവാടത്തിൽ വരുമ്പോൾ എന്നെ വളരെ ആതിഥേയ മര്യാദയോടുകൂടി ക്ലബിൻ്റെ പ്രവർത്തകർ ആ ക്ലബിൻ്റെ ഓഫീസിൽ എന്നെ കയറ്റിയിരുത്തുകയുണ്ടായി. അപ്പോഴവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകം ഞാൻ വളരെയധികം ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ എൻ്റെ മനസ്സിനെ വളരെ ആകർഷിക്കുകയുണ്ടായി. ഗ്രാമത്തിൻ്റെ ചേതന. ഇവിടെ ആദ്യമായി മീറ്റിംഗ് തുടങ്ങുമ്പോൾ അനൗൺസ് ചെയ്തു എങ്കിലും അത് വായിക്കുവാൻ എനിക്കിടയായി. ഗ്രാമത്തിൻ്റെ ചേതന, യുവത്വത്തിൻ്റെ കൂട്ടായ്മ. ശരിക്കും അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണത്. യുവത്വത്തിൻ്റെ കൂട്ടായ്മ. അപ്പോൾ ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലബില് ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ഈ ക്ലബ്ബ് നടത്തി വരുന്നു. ഓണാഘോഷം എന്ന് പറയുമ്പോൾ അത് ക്ലബിൻ്റെ ഓണാഘോഷമാണ്. ക്ലബിൻ്റെ ഒരു ഓണാഘോഷ പരിപാടി ഒരു വർഷം ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലാണ്. തീർച്ചയായിട്ടും രാവിലെ ഇവിടെ കായിക മത്സരങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഞാനവിടെ എത്തിയപ്പോൾ ഒരുപാട് കൊച്ചു കുട്ടികളെ കണ്ടു. എനിക്ക് തോന്നുന്നു ഇവരെ ഒന്നും അധികം കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ്. ഒരുപാട് കൊച്ചു കുട്ടികൾ വന്ന് വളരെ ആവേശത്തോടെ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന കണ്ടു. വളരെയധികം സന്തോഷം തോന്നി. ക്ലബിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ ഇതിൽ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നത് ഇവർക്ക് കണ്ട് പഠിച്ച് വളരാനും ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് വരും തലമുറയായിട്ട് ഇവർ ഇത് കണ്ട് വളർന്നു വരുന്നതും ഒക്കെ അവസരം ഇവിടെ ഉണ്ടാകുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളൊരു മുതിർന്നവർ ആ പുസ്തകങ്ങളെടുത്ത് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളെക്കാളും പ്രായം കുറഞ്ഞ കുട്ടികൾ ഈ ഗ്രന്ഥശാലയിൽ ഒരു പുസ്തകങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് കൂടുതലായിട്ടൊരു ആർജവം കാണിക്കുന്നില്ല. അത് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു ദിവസം അവർക്ക് ഇഷ്ടപ്പെട്ട കഥകളുണ്ട്, നോവലുകളുണ്ട്, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു പുസ്തകമെടുത്ത് ഒരു ദിവസം ഒരു പേജ് വെച്ച് വായിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പിറ്റേ വർഷം ഈ ഗ്രന്ഥശാല പണിയെടുത്തതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് കാണാൻ കഴിയും. നാനാത്വത്തിൽ ഏകത്വം എന്ന മതേതരത്വത്തിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഇവിടെ ഇന്ന് നടത്തപ്പെട്ടത്. നെഹ്റു ആർട്സ് ക്ലബിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ മുറ്റത്തുമാവ് CMSLP സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ അവിടെ പഠിക്കുന്നവർ നാളെ നെഹ്റു ക്ലബിൻ്റെ അംഗങ്ങളാകാനുള്ളവരാണ്. ഈ ക്ലബ്ബ് ഈ പ്രദേശത്തിന് നൽകുന്ന എല്ലാ നേതൃത്വങ്ങളുടെയും മാതൃകാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന പരിശീലനം ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് മുറ്റത്തുമാവ് CMSLP സ്കൂളിൽ നിന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 ഓണാഘോഷ പരിപാടികളോട് ചേർന്നാണ് വാർഷികപ്പേട് വയ്ക്കുന്നത്. 2023 ഓഗസ്റ്റ് 28-നാണ് നമ്മൾ ഓണാഘോഷ പരിപാടി അവസാനമായിട്ട് നടത്തിയത്. എല്ലാ ക്ലബ് മെമ്പേഴ്സിൻ്റെയും ഒത്തൊരുമയുടെയും പ്രവർത്തിച്ചതിൻ്റെയും ഫലമായിട്ട് മുൻകാലങ്ങളിലെ പോലെ തന്നെ ഓണാഘോഷം വൻ വിജയകരമായി തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചു.
300-ലധികം പേര് പങ്കെടുത്ത ഒരു വലിയ പരിപാടി തന്നെയാണ് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. ഈ നാട്ടിലെ ഏതൊരു ആവശ്യത്തിനും ബ്ലഡ് ഡൊണേഷൻ, സാമ്പത്തികമായ സഹായം അല്ലെങ്കിൽ ഏതൊരു ആവശ്യത്തിനും നെഹ്റു ക്ലബിലെ മെമ്പർമാർ ഏത് സമയത്തും സജ്ജരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇന്ന് വരെ. അതുകൊണ്ടാണ് ഇത്രയും വർഷക്കാലം ഈ പുളിക്കാമലയിൽ ഈ നെഹ്റു ക്ലബ്ബ് ഇങ്ങനെ ഇവിടെ ഈ ഗ്രന്ഥശാലയും തലയുയർത്തി തന്നെ നിൽക്കുന്നത്. മെഴുകുതിരി കത്തിച്ചോട്ടം സബ് ജൂനിയർ വിഭാഗം. ആംബുലൻസിന്റെ ഒരു ഒന്നാമത്തെ വോയിസ്. ഇനി രണ്ടാമത്തെ വോയിസ്. ഇനി ഇപ്പോഴത്തെ കാലത്തെ ട്രെയിനിന്റെ ശബ്ദം. ഗുഡ്സിന്റെ എന്ന ട്രെയിനിന്റെ ശബ്ദം. ഇനി ഒരു കടലിലെ ശബ്ദം. കടല് തിര.
ఆతాడి ఆడి కబడి పాతాడి పాతేండి పీలి కబడి పాతేండి Ooh.
ಸಖತ್ತಾಗವಳೆ ಸುಮ್ನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಖತ್ತಾಗವಳೆ ಸುಮ್ನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಕ್ಕರೆ ನಾವು ಸಖತ್ತಾಗವಳೆ ತಿನ್ನಲೇ ಅಂದ್ರೆ ಯಾಕೋ ಸುಮ್ನೆ ನಗ್ತಾಳೆ പൈകിളി